ഇത് ഏത് രാജ്യക്കാരനാ? അർജന്റീന. ഇത് ന്യൂസിലാൻഡ് ഫർട്ട് എന്ന് പറയും. ഹായ് ഓൾ, നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരം പള്ളിച്ചലുള്ള പോപ്പുലർ ഫാം ഹൗസിലേക്കാണ്. സാധാരണ സൂവിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ മൃഗങ്ങളെ കയ്യിലെടുക്കാനും അതിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്ന വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തരുന്ന പോപ്പുലർ ഫാം ഹൗസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് പ്രവേശനം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. ആദ്യം ചെന്ന് കയറിയത് നമ്മൾ പാമ്പിന്റെ സെക്ഷനിലേക്കാണ്. ഞാൻ നോക്കുമ്പോൾ ദേ അളിയൻ ആദ്യം തന്നെ പോയി പാമ്പിനെ കയ്യിലേക്ക് വാങ്ങി. എനിക്ക് ആക്ച്വലി പാമ്പിനെ പേടിയാണ്, പക്ഷെ പിടിക്കണം എന്നുണ്ട്, മനസ്സുള്ളിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാനും ധൈര്യം സംഭരിച്ച് അകത്തേക്ക് ചെന്നു, പാമ്പിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഞാനും ചെറുതായിട്ടൊന്ന് ചപ്പാത്തി അങ്ങനെ ഉള്ളിലുള്ള പേടി പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ധൈര്യം സംഭരിച്ച് പാമ്പിനെ എടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പുള്ളിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പാമ്പിനെ എന്റെ കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യപൂർവ്വം നിന്നു കൊടുത്തു. എന്നിട്ട് പാമ്പിനെ വാങ്ങി. വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഉള്ളിലുള്ള ഏതങ്ങ് മാറി. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു. ഞാൻ ആദ്യം കരുതിയിരുന്നത് പാമ്പിനെ പിടിക്കുമ്പോൾ എന്തോ വഴുവഴുക്കലൊക്കെ ഉള്ള പോലെയൊക്കെയാണ് ഞാൻ ആദ്യം മനസ്സിൽ കരുതിയിരുന്നത്. ഞാൻ കാണുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഭയങ്കര ഓയിലി ആയിട്ട് അല്ലേ തോന്നുന്നത്. പക്ഷെ എടുത്തു കഴിയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വളരെ റിജിഡ് ആണ്. പിന്നെ നല്ല കട്ടിയുണ്ട്. പിന്നെ ഒരുപാട് പിടിച്ച് ഞെക്കാനൊന്നും പറ്റത്തില്ല. അല്പം കട്ടിയുണ്ട്. എന്താ കട്ടി കൂടിയ ഒരു ചപ്പാത്തി മാവിനെ പിടിക്കുന്നത് പോലുള്ളൊരു ഫീലാണ് അതിൽ നിന്ന് വന്നത്. പിന്നെ ആ പേടി, ഉള്ളിലുള്ള പേടി ശരിക്കും പറഞ്ഞാൽ പോയി. ഇപ്പൊ അത്രയും കംഫർട്ടായിട്ട് എനിക്ക് അതിനെ പിടിക്കാൻ പറ്റി. കാരണം സാധാരണ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ 10 മീറ്റർ ദൂരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടുന്ന ആളാ. അപ്പൊ ഞാൻ ഇങ്ങനെ പാമ്പിനെ കൈ പിടിച്ചത് എനിക്ക് തന്നെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും കംഫർട്ടായിട്ട് ഇതിനെ പിടിക്കാൻ പറ്റി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കയ്യിൽ തരും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ പോയതൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് ആളുകൾ വളരെയധികം കുറവായിരുന്നു. അത് കാരണം തന്നെ നമുക്ക് ഇതിനോടൊപ്പം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനും സമയം ചെലവഴിക്കാനും ഇതിനെയൊക്കെ കാണാനും ഇതിനെയൊക്കെ ഹോൾഡ് ചെയ്ത് മേടിക്കാനും ഒക്കെ സാധിച്ചു. അങ്ങനെ ഞാനിതിനെ ആരെ ഏൽപ്പിക്കും എന്നുള്ള മൈൻഡിൽ നിന്നപ്പോൾ രണ്ടുപേര് അങ്ങോട്ടേക്ക് വന്നു ഇതിനെ കാണാനായിട്ട്. അവർക്ക് ആക്ച്വലി അതിനെ പേടിയായിരുന്നു. അങ്ങനെ അവരെ പറഞ്ഞ് കംഫർട്ടാക്കി. എനിക്ക് എങ്ങനെയാലും കുറെ നേരം ഞാനിതിനെ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ മറ്റേ ഇതിന്റെ കെയർ ടേക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് മറ്റു കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസിറ്റേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വന്ന രണ്ടുപേരുടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അവരുടെ കയ്യിലേക്ക് പതിയെ ആ പാമ്പിനെ കൊടുത്തിട്ട് ഞാൻ പയ്യെ ബാക്കി അതിന്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയിട്ടില്ല. ഞാൻ വന്ന് കയറിയപ്പോ തന്നെ ഇതിനെ വാങ്ങി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അത് കാരണം പിന്നെ ഉള്ളിലോട്ട് കയറിയില്ല. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി. ഫസ്റ്റിലേക്ക് തന്നെ ഇത് അനക്കോണ്ടയുടെ കുഞ്ഞാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു പല പാമ്പുകളും ഉണ്ട്. ഇതിനൊന്നും ഇന്ന് പുറത്തിറക്കിയിട്ടില്ല. സാധാരണ ഇത് മറ്റു പാമ്പിനെയൊക്കെ പുറത്തിറക്കാറുള്ളതാണ്. ഇന്ന് ആ പൈത്തൺ വിഭാഗത്തിൽപ്പെട്ട ആ പാമ്പിനെ മാത്രമേ പുറത്തിറക്കിയിടുന്നുള്ളൂ. അങ്ങനെ വെളിയിലേക്ക് വന്നു. വെളിയിലേക്ക് വരുമ്പോൾ ഇഗ്വാനയുണ്ട്, പിന്നെ മീർക്കാറ്റ് ഉണ്ട്. ഇത് രണ്ട് തരം ഇഗ്വാനകളുണ്ട്, പിന്നെ ഒരു മീർക്കാറ്റ് ഉണ്ട്. അങ്ങനെ അതിനെയൊക്കെ കണ്ട് ആ, പിന്നെ നേരെ കുതിരകളുടെ അടുത്തേക്കാണ് പോയത്. 3 വെള്ള കുതിരകളാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ, അങ്ങനെ അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് കണ്ടു. അങ്ങനെ വന്നപ്പം ഇതാ നിൽക്കുന്നൊരു വലിയ കാളക്കുട്ടൻ. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതൊരു എമുവാണ്. ഇതിനെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇതിനെ കാണുന്നതുകൊണ്ട് നമുക്ക് പേടി തോന്നി. ഇത് ഉപദ്രവിക്കുമോ എന്നുള്ള പേടി തോന്നി. പിന്നെ പറയാനുള്ളത് വളരെ ഭംഗിയുള്ള പക്ഷികളാണ്. ഈ തത്തകളെയൊക്കെ നമുക്ക് എന്താ പറയുന്നത്, തോളിലും കയ്യിലും ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. വളരെ ഇണങ്ങിയതാണ്, ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ ഇതിന്റെ സൗണ്ട് കാണാനുള്ള ഭംഗി പോലല്ലേ ഇതിന്റെ സൗണ്ട്, ഒരുമാതിരി വല്ലാത്ത സൗണ്ടാണ് ഇതിന്റെ. പക്ഷെ ആ ഭംഗി ആസ്വദിച്ച് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ സേഫാണ്. കണ്ടില്ലേ? പിന്നെ ഇതിന്റെ പേരാണ് ആമസോൺ സ്ക്വിറൽ മങ്കി. ഇത് ഇച്ചിരി കുരുത്തക്കേടാണ് എന്നാണ് അവിടെ നിന്നവർ പറഞ്ഞത്. പിന്നെ അതിന്റെ കെയർ ടേക്കർ പറഞ്ഞത് അതിനെ അധികം അങ്ങനെ പുറത്തിറക്കാറില്ല. പുറത്തിറക്കിയാലും നമ്മുടെ കയ്യിൽ തരില്ല എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ നമുക്ക് എത്ര നേരം വേണേലും ഹോൾഡ് ചെയ്ത് നിർത്താം, പറന്നു പോകില്ല. അത്രയും ഇണങ്ങി കഴിഞ്ഞ് ആളുകളുമായിട്ട്. പിന്നെ ഒരു കഴുതയും കൂടി ഉണ്ട് ഇവിടെ. ഇത് ഏത് രാജ്യക്കാരനാ? അർജന്റീന. അർജന്റീന. അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടേക്ക്. ഹോൾഡ് ചെയ്യാം. നാളെ ഇത്തിരി വിരളിയാണ്. എങ്ങനെ പിടിക്കണം അപ്പോൾ? അപ്പോൾ അല്ല
വെയിറ്റ് ഉണ്ടല്ലോ. അവന്മാർക്ക് വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പിടിക്കും, പൊട്ടിക്കും. അവന്മാരെ കീപ്പേഴ്സുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ്. കാര്യം ഇവന്മാരെ ടങ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അപ്പം നല്ല ഈ ഡോഗിനെ അവിടെ ഇരിക്കുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഡോഗിനെ പോലെ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കും. കണ്ടാൽ ഭീകരനായിട്ട് തോന്നുമെങ്കിലും വളരെ പാവത്താനായിട്ടുള്ള ഈ സാധനത്തിന്റെ പേരാണ് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു. നായ്ക്കളെ പോലെ നമ്മളുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആകുന്ന ഒരു സാധനമാണെന്നാണ് ഇതിന്റെ കെയർടേക്കർ പറഞ്ഞത്. ഇതുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ഒരാളെ ഇതിന് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടങ്കിലൂടെ സ്കിന്നിലൂടെ ഒക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വൺസ് അറ്റാച്ച് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൈകൊട്ടി വിളിച്ചാലോ അല്ലെങ്കിൽ വിരലിനൊടിച്ച് വിളിച്ചാലോ ഒക്കെ അത് നമ്മുടെ അടുത്തോട്ട് ഓടി എത്തുമെന്നാണ് ഇതിന്റെ കെയർടേക്കർ പറഞ്ഞത്. അപ്പൊ ആള് ഭീകരനാണെങ്കിലും പിന്നെ നായ്ക്കളെ പോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ജീവിയാണ് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു. മെക്സിക്കൻ ഗ്രീൻ ഇഗ്വാന. നമ്മളിവിടെ കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ് കാക്ക. അതേപോലെ മെക്സിക്കോയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ജീവിയാണ്. മെയിനായിട്ട് അവിടെ ശല്യമാണ് ഇവര്. കാര്യം ഈ കൃഷി സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവര് ഹെർബിയോറസ് ആണ്, പക്ക ഹെർബിയോറസ് ആണ്. ശരിക്കും നമ്മൾ ഈ ബാഗൊക്കെ എന്തോ ഇലകളും ഇലവർഗ്ഗങ്ങളാണ് ഇവർ കഴിക്കുന്നത്. പച്ച പച്ച ഇവര് മത്തങ്ങ കഴിക്കും, ക്യാരറ്റ് കഴിക്കും, കുമ്പള കഴിക്കും, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കഴിക്കുന്നത്. മെയിൻ്റെനൻസ് കുറവാണ് ഇവരെ കീപ്പ് ചെയ്യാൻ. ശരി. മെയിൻ്റെനൻസ് തീരെ കുറവുള്ള സാധനമാണ്. സയന്റിഫിക്കലി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 3 ഐ ഉണ്ടെന്നാണ് പറയുന്നത്. 2 കണ്ണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കും. ഇവിടെ ഇത് വെച്ചാണ് അവർ യു വി റേഡിയേഷൻ സെൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവർ ഈ പറഞ്ഞ എല്ലാം റെപ്റ്റൈൽസ് എല്ലാം കോൾഡ് ബ്ലഡ് ആണ്, തണുത്ത രക്തമുള്ളത്. അപ്പോൾ ഇവരുടെ മെറ്റബോളിസം നടക്കണമെങ്കിൽ ഇവർക്ക് യു വി റേഡിയേഷൻ സൺലൈറ്റ് വേണം. 2 ലൈറ്റിൻ്റെ ഇത് ഇവരുടെ ദേഹത്തടിച്ചാൽ മാത്രം ഇവരുടെ ബോഡി ഹീറ്റ് ആവും, ഇവരുടെ മെറ്റബോളിസം നടക്കുള്ളൂ. ഇവരെ ദിവസവും വെയിൽ കൊള്ളിക്കണം. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 11 മണിയാകുമ്പോൾ ഓപ്പണിംഗ്. Drove into the desert to look at the stars. Wonder where we're going and where we are. Tell me why a flower will he break my heart? Did we stop growing 'cause it got too hard? You and I are stormy too. Wonder if I'm good for you. Are we ignoring the truth? You like to pull me apart for ഇത് ന്യൂസിലാൻഡ് ഫെർട്ട് എന്ന് പറയും. ഇത് സംഭവം ഇവരുടെ ഒറിജിൻ വരുമ്പോൾ ന്യൂസിലാൻഡാണ്. ഇതൊരു കീരിയാണ് വളർത്തുന്നത്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 ഹവേഴ്സ് വരെ ഉറക്കം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവി അല്ല. ഇവർ നല്ല ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ അപ്പം സെൻസ് ചെയ്ത് മണം അടിച്ച് അവരൊന്നും. അല്ല, ഇത് കാട്ടിലാണെങ്കിലും അതൊരു ഞാൻ രാത്രി സർവേ ചെയ്യില്ല. രാത്രി ഹെർബിയോറസ് ആണോ? പറഞ്ഞോ. എന്തിനൊക്കെ കഴിക്കുന്നത്? ഇവർ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ പശു കൊടുക്കും, ലൈവ് കൊടുക്കും, എല്ലാം കഴിക്കും. കുഞ്ഞുങ്ങളെ കോഴി അങ്ങനെയുള്ള സാധനങ്ങൾ എഗ് കഴിക്കും. സെയിം കീരി എന്തോ ചെയ്യുന്നത് നേച്ചർ സെയിം ഇത്. ചെറിയ സ്മെല്ലും ഇവരെ യൂറിന് ഒത്തിരി സ്മെല്ലാണ്. നമ്മൾ പിന്നെ പ്രോപ്പർ വാഷും ഇവർക്കായിട്ടുള്ള ഷാമ്പൂസ് നമുക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കയറിയത് ഒരു ബേർഡ് ഹൗസിലേക്കാണ്. ബേർഡ് ഹൗസ് എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിനകത്ത് ഒട്ടകവും പക്ഷി പിന്നെ മുയലും ഒക്കെ ഉണ്ട്. അതിന്റെ എൻട്രൻസിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഒരു ബ്രിഡ്ജാണ്. അതിന്റെ താഴെ നല്ല വർണ്ണാഭമായ മത്സ്യങ്ങളെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള മത്സ്യങ്ങൾ. ഈ മീനിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. അവിടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം. ഞാനൊന്ന് കൈയിട്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കൈയിൽ ഇടരുത്, ഇങ്ങനെ നോക്കി കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ ഒട്ടകം ഇപ്പുറത്ത് കൂട്ടിൽ കിടക്കുന്നു, അതിന് തൊട്ടടുത്തായിട്ട് ഒട്ടക പക്ഷി കിടക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നിരവധി പക്ഷികൾ ഈ കൂട്ടിനകത്തുണ്ട്. അങ്ങനെ ഞാനൊരു മൊത്തത്തിലൊന്ന് ചുറ്റി നടന്നിട്ട് ഒരു പക്ഷിയെ ഞാൻ കയ്യിലേക്ക് എടുത്തു. അവിടെ തന്നെ ഈ സൺഫ്ലവറിന്റെ സീഡ് ഇരിപ്പുണ്ട്. അതെടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. പക്ഷികൾ പറന്നു വന്നിരിക്കും. ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഈ പക്ഷികൾ ആദ്യമൊന്നും ഇത്ര ഇണങ്ങിയതായിരുന്നില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ വന്ന് 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 കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവയെല്ലാം അങ്ങ് ഇണങ്ങാൻ തുടങ്ങി. ഇതിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. ചിലപ്പം ഇത് പറന്നു പോകും. ആദ്യം ഞാൻ കാണിച്ച ഒരു പാരറ്റ് ഇല്ലേ, അതിന്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. ആ പാരറ്റ് ഇല്ലേ, അതിനെ പോലെയല്ല ഇത്. ചിലപ്പം പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഫുള്ളി ലോക്ക്ഡ് ആണ്. അതായത് ഡോർ കണ്ടില്ലേ, കയറി കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്യും. ഇപ്പൊ ദേ ഒരുപാട് തത്തകൾ എന്റെ കയ്യിലേക്ക് വന്നിരുന്നു. 2 കയ്യിലും ഞാൻ സൺഫ്ലവറിന്റെ സീഡാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറെ പക്ഷികൾ വന്നിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഒന്നും വന്നിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഈ സൺഫ്ലവർ സീഡും വെച്ചിട്ട് അതിന് അടുത്തേക്ക് പോകുന്നത് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറന്നു വന്നു.
ഒരെണ്ണം പറന്നു വന്ന് നമ്മുടെ ദേഹത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൂടെ പറന്നു വരും. ഒരെണ്ണം പറന്നു പോയി കഴിഞ്ഞാൽ എല്ലാം പറന്നു പോവുകയും ചെയ്യും. പിന്നെ ഈ പക്ഷികൾ കൂടാതെ മുയലുകളുണ്ട്. മുയലെല്ലാം ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ കൂടി വിശ്രമത്തിലായിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ അതിനെ ഉണർത്താനോ കയ്യിലെടുക്കാനോ ഒന്നും പോയൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഒന്നുകൂടെ ചുറ്റി നടന്നു. ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഈ പക്ഷികളുടെ. പക്ഷെ അത് ഈ നല്ല രസമാണ് അതിനെ കാണാനായിട്ടും. അപ്പം അതിനെയൊക്കെ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങി കണ്ടു. അങ്ങനെ ഒട്ടകപ്പക്ഷിയുടെ അടുത്ത് നിന്നു. ഒട്ടകപക്ഷിയൊന്നും തുറന്നിട്ടിട്ടില്ല, കൂട്ടിലാണ്. ചിലപ്പോൾ അഗ്രസീവ് ആയതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒട്ടകം അപ്പുറത്ത് കൂട്ടിൽ കിടപ്പുണ്ട്. ഇന്നത്തെ ദിവസം അതിനെ ഇറക്കിയില്ല എന്ന് തോന്നുന്നു. പിന്നെ പലതരം കോഴികള്, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആമസോൺ കാട്ടിൽ ഉള്ള സ്ക്വിറൽ മങ്കി എന്ന് പറയുന്ന ഒരു ഐറ്റം. അതിനെ ഫീഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ. ഒരു സിറിഞ്ചിൽ പാല് കൊടുക്കുകയാണ് അതിന് ഫീഡ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ തന്നെ. ഈ ആമസോൺ കാട്ടിലെ ഈ സ്ക്വിറൽ മങ്കി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ നമുക്ക് എൻട്രൻസിൽ കയറി വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അത് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെയാണ് അകത്തേക്ക് പോയത്. എന്നിട്ടിപ്പം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വന്ന് അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ ഇതിനെയൊക്കെ തൊട്ടതും പിടിച്ചതൊക്കെ അല്ലേ, നേരെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി, ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി. ഇതിനടുത്ത് തന്നെ ഒരു ചെറിയ വാഷ്റൂം ഒക്കെ ഉണ്ട്. കഴുകി വൃത്തിയാക്കി. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഈ സ്ഥലം തിരുവനന്തപുരം പള്ളിച്ചലുള്ള പോപ്പുലർ ഫാം ഹൗസിലാണ്. അപ്പൊ അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടേക്കല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.